തീർച്ചയായും ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പുതിയ പോളിംഗിന്റെ ശതമാന കണക്കുകൾ കൂടി ലഭ്യമാകുന്നു. നമുക്കത് പരിശോധിക്കാം. കേരളത്തിൽ ആകെ ഇതുവരെയുള്ള സമയം എടുത്തു നോക്കുമ്പോൾ രാവിലെ 7 മണിക്കാണ് വോട്ടിംഗ് ആരംഭിച്ചത്. വൈകിട്ട് 6 മണി വരെയാണ് വോട്ട് ചെയ്യാൻ അവസരമുണ്ടാവുക. 32% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിന്റെ പൊതു ചിത്രമാണ് ഇത്. ഏറ്റവും പുതിയ കണക്കുകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് പോകുമ്പോൾ 30% വോട്ട് തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തുന്നു. താരതമ്യേന മികച്ച പോളിംഗ് ആയി തിരുവനന്തപുരത്തെ പോളിംഗ് ഉയരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ നേരെ ആറ്റിങ്ങലിലേക്ക് പോകുന്നു. ആറ്റിങ്ങലിൽ എത്തുമ്പോൾ 31% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ വേഗം പോളിംഗ് ശതമാനം വർദ്ധിക്കുന്ന ഒരു കാഴ്ച കൂടി കാണാൻ കഴിയുന്നു. ചുരുങ്ങിയ സമയം കൊണ്ടാണ് ശതമാനത്തിൽ വലിയ മാറ്റങ്ങൾ, കുത്തനെ ഉയർച്ച ഉണ്ടാകുന്നത്. ആറ്റിങ്ങലിൽ നിന്ന് നമ്മൾ കൊല്ലം മണ്ഡലത്തിലേക്ക് പോവുകയാണ്. കൊല്ലം മണ്ഡലത്തിലെത്തുമ്പോൾ 31.5% വോട്ടിംഗ് ശതമാനം ഉയരുന്നു. ഇത്രയും വോട്ടർമാർ കൊല്ലത്ത് ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കൊല്ലത്ത് നിന്ന് നമ്മൾ അടുത്തൊരു മണ്ഡലത്തിലേക്ക് പോവുകയാണ്. പത്തനംതിട്ട എത്തുമ്പോൾ 30% വോട്ടിംഗ് ശതമാനം വന്നിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഓർത്തഡോക്സ് സഭയുടെ ഒക്കെ പ്രതികരണം വന്നു. LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. മാവേലിക്കരയിലേക്ക് എത്തുമ്പോൾ 30.5% അവിടുത്തെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയതിന്റെ പുതിയ ശതമാന കണക്കുകളാണ് ലഭ്യമാകുന്നത്. കോട്ടയത്തേക്ക് പോകുമ്പോൾ 33% ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയ വോട്ടർമാരുടെ ശതമാന കണക്കാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ കണക്കുകളാണ് ലഭിക്കുന്നത്. ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയവരുടെ ശതമാന കണക്കുകൾ, വിവിധ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്ന കണക്കുകൾ. ഇടുക്കിയിൽ 29.5% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും താരതമ്യേന മറ്റ് മണ്ഡലങ്ങളുമായി പരിശോധിക്കുമ്പോൾ ചെറിയ കുറവ് ഇടുക്കിയിലുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷം അത് മാറുക തന്നെ ചെയ്യുമെന്ന പ്രതീക്ഷയാണുള്ളത്. 34% ആലപ്പുഴയിൽ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയ വോട്ടർമാരുടെ ശതമാന കണക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന പുതിയ വിവരം. മറ്റൊരു മണ്ഡലം എറണാകുളമാണ്. എറണാകുളം മണ്ഡലത്തിൽ 32% ഇത്തവണ ഈ ഘട്ടത്തിൽ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ട് യുവാക്കൾ തമ്മിലുള്ള കരുത്തുറ്റ പോരാട്ടം കൂടിയാണ് എറണാകുളത്ത് നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എറണാകുളത്ത് നിന്ന് നമ്മൾ ചാലക്കുടിയിലേക്ക് പോവുകയാണെങ്കിൽ ചാലക്കുടിയിൽ 33.5% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഈ സമയത്തിനുള്ളിൽ എന്നതാണ് ഏറ്റവും പുതിയ വിശദാംശമായി നമുക്ക് ലഭിക്കുന്നത്. തൃശ്ശൂരിലേക്ക് പോകുന്നു. തൃശ്ശൂരിലെത്തുമ്പോൾ 32.5% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. രാവിലെ 7 മണിക്കാണ് വോട്ടിംഗ് ആരംഭിച്ചത്. മണിക്കൂറുകൾ പിന്നിടുന്നു. ഇപ്പോൾ 12 മണി കഴിയുന്ന സാഹചര്യമാണ്. ഇതിനുള്ളിൽ വരുന്ന ശതമാന കണക്കുകളുടെ പുതിയ വിവരങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. പാലക്കാട് 35% വോട്ടർമാർ ഇതിനോടകം അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട് നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ ആലത്തൂരിലേക്ക് എത്തുകയാണ്. ആലത്തൂരിൽ 32%. നേരത്തെ പാലക്കാടും ആലത്തൂരും ഉണ്ടായിരുന്ന ഒരു വോട്ടിംഗ് ശതമാനത്തിന്റെ കുത്തനെയുള്ള ഉയർച്ച ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. ചെറിയ മന്ദഗതി ഉണ്ടായിരിക്കുന്നുവെന്ന് കരുതേണ്ടി വരും ഈ ഘട്ടത്തിൽ. ഏതായാലും പക്ഷേ അതിനെയൊക്കെ മാറ്റിക്കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം കേരളത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ പോകുന്നത്. ആലത്തൂരിൽ നിന്ന് നമ്മൾ പൊന്നാനിയിലേക്ക് പോവുകയാണ്. പൊന്നാനിയൊക്കെ വളരെ വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. മുസ്ലിം ലീഗിന്റെ കുത്തക പൊളിച്ചടുക്കുമെന്ന നിലയിലൊക്കെ LDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. 30% അവിടെ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത്. പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക് പോവുകയാണ്. മലപ്പുറത്തേക്ക് പോകുമ്പോൾ 31% വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയും യുവ സ്ഥാനാർത്ഥി VP സാനുവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് മലപ്പുറത്ത് നടക്കുന്നത്. 31% വോട്ടർമാർ അവിടെ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. മലപ്പുറത്ത് നിന്ന് വയനാട്ടിലേക്ക് പോകുന്നു. വയനാട് ദേശീയ ശ്രദ്ധ കൂടി ആകർഷിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ്. 34% അവിടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. വലിയ കർഷക പ്രശ്നങ്ങളും ആദിവാസി മേഖലയിലെ പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇലക്ഷൻ കൂടിയായി വയനാട്ടിൽ ഇത് മാറി. വയനാട്ടിൽ നിന്ന് നമ്മൾ കോഴിക്കോട് മണ്ഡലത്തിലേക്ക് പോകുന്നു. കോഴിക്കോടേക്ക് എത്തുമ്പോൾ 35% വോട്ടർമാർ ഇതുവരെയുള്ള സമയത്ത് വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 7 മണിക്കാണ് വോട്ടിംഗ് ആരംഭിച്ചത്. ഇപ്പോൾ 12 മണി പിന്നിടുന്നു. ഈ സമയത്ത് ഏറ്റവും അധികം വോട്ട് രേഖപ്പെടുത്തിയ മണ്ഡലങ്ങൾ എവിടെ എന്ന പരിശോധന കൂടിയാവുകയാണ് ഈ പരിശോധന. പുതിയ കണക്കുകളാണ്
നമുക്ക് ലഭിക്കുന്നത്. എത്ര ശതമാനം വോട്ടർമാർ അവരവരുടെ മണ്ഡലങ്ങളിൽ വോട്ട് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി? വടകര ഏറ്റവും ശ്രദ്ധേയമായ കേരളത്തിലെ ലോക്സഭാ മണ്ഡലം ഇത്തവണ 36% വോട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വീറുറ്റ പോരാട്ടം കൂടി നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര കേരളം മൊത്തം, ഒരു പക്ഷേ അതിനും അപ്പുറത്തേക്ക് രാജ്യം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി കൂടി നിലനിൽക്കുകയാണ്. കണ്ണൂരിൽ 35.5% വോട്ട് രേഖപ്പെടുത്തുന്നു. നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് ശേഷം കുത്തനെ ഈ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് നിലവിലെ അവിടുത്തെ ഒരു വോട്ടിങ്ങിന്റെ പോക്ക് ഗതി അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ. കാസർഗോഡ് 32% വോട്ട് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 7 മണിക്കാണ് കേരളത്തിലെ 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണയം കേരളത്തിൽ ആരംഭിച്ചത്. 12 മണിവരെയുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ട്